അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളെ കാസർഗോട്ടാറ് അഹങ്കാരമായ നമ്മളെ പള്ളിക്കറിയില്ലേ, കാസർഗോഡ് സ്റ്റൈൽ പള്ളിക്കറി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കണ്ടോക്ക്. ഫസ്റ്റ് നമുക്ക് കുറച്ച് പൊടികളെല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പം ഞാനിടാം 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിന്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കൂട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 8 നമ്മളെ കാശ്മീരി ചില്ലി ഇല്ലേ അത്, അതേപോലെ തന്നെ ഒരു 3-4 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു 5-6 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, നമ്മൾ തേങ്ങ എണ്ണ ഇല്ലാതെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ട് നമുക്കെന്താക്കാം, ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിന്, അതേപോലെ തന്നെ ഒരു 15 മുതൽ 20 വരെ ചെറിയ ഉള്ളി എടുത്തിന്, ഒരു തക്കാളി, ഒരു 5-6 പച്ചമുളക്, 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 കിലോ ബീഫ് കൊട്ടും അതേപോലെ തന്നെ ഇറച്ചും മിക്സ് ആക്കിയിട്ട് എടുത്തിന്. ഇനി നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് എപ്പോഴും എടുക്കുമ്പോൾ കൊട്ടോട് കൂടിയിട്ട് തന്നെ എടുക്കണം, അങ്ങനെയാകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ബീഫ് ഒരു അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ വെള്ളം വാർന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഒരു മസാലേൻ്റെ മിക്സ് ഇല്ലേ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിട്ട് കൊടുത്തിന്. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിന്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി അതിൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം നമ്മളെ കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കണം. എന്നിട്ടായിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കണം. ആ ഒരു ബീഫിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അത് ചെയ്യണം. എന്നിട്ടായിട്ട് നമുക്കിത് ഒരു 8-9 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതെല്ലാം ഓരോരുത്തരുടെ കുക്കറിനും അതിൻ്റെ നമ്മളെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടുണ്ടാവും വേവിൻ്റെ വ്യത്യാസം. ഇപ്പം ഞാനിവിടെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയും കൂടി വറുത്തെടുക്കാനുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മളെ ആദ്യം കുട്ടന് എണിച്ചിട്ടുണ്ടായിന്, ഓനും കൂടി ഉണ്ട് എൻ്റെ ഒന്നിച്ചിട്ട് കറി വെക്കാനായിട്ട്. ഇനി 1 കിലോ ബീഫിലേക്ക് ഞാനിവിടെ വലിയ 1 മുറി തേങ്ങ, അതേപോലെ തന്നെ ഒരു 4-5 തണ്ട് നമ്മളെ കറിച്ചപ്പില അത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കണം. നല്ലോണം ചൂടായിട്ട് വരുന്നില്ലേ, ചെറുതായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്താൽ മതി. വേണമെങ്കിൽ ഇതിനേക്കാളും നിങ്ങൾക്ക് വറുത്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക. എനിക്ക് അധികം വറുത്തിട്ട് തേങ്ങ നല്ലോണം കളറെല്ലാം ചേഞ്ച് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെന്താക്കാം, നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ലാസ്റ്റായിട്ട് നമ്മളെ പള്ളിക്കറിൻ്റെ മെയിൻ കൂട്ടായിട്ടുള്ള ഈ ഒരു സംഭവമില്ലേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായത്, അപ്പോൾ അതും കൂടി ഒന്ന് പൊടിച്ചെടുത്തിന്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടായിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ടിട്ടായിട്ട് ഇതിനൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് പെട്ടെന്ന് അടിച്ചു വെക്കാം. അപ്പോൾ അധികം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് കളയണ്ട, പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ടായിട്ട് ഒരു അരമണിക്കൂർ 20 മിനിറ്റോ മറ്റോ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി ആയിന്. പിന്നെ ഒരു കാര്യം, ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ കറിച്ചപ്പില ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ആക്കിയിട്ട് നോക്ക്. ഇപ്പോൾ പിന്നെ എല്ലാവരും പുരയിലുണ്ടാവുമല്ലോ ബീഫ്, അപ്പോൾ അതിൽ നിന്ന് പാതി ഇറച്ചെങ്കിലും വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാവേ, തീർന്ന ബൈ കാണിയില്ല, അത്രക്കും ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.